യേശുക്രിസ്തു തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളിച്ചെയ്തു: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. തങ്ങളുടെ യജമാനന്റെ വാക്കുകൾ അനുസരിച്ച് ശിഷ്യന്മാർ ഇസ്രായേലിന്റെ സമീപ പ്രദേശങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അതിലൊരു ശിഷ്യനാകട്ടെ പ്രാചീന കാലത്ത് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള യാത്രാമാർഗത്തിൽ സിൽക്ക് പാതകളിൽ കൂടി സഞ്ചരിച്ച് വാണിജ്യ വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിന്റെ തീരപ്രദേശത്ത് എത്തിച്ചേർന്നു. ആണിപ്പാടുകൾ കാണുകയും വിലാപ്പുറത്ത് വിരലുകൾ ഇടുകയും വിശ്വാസ സ്ഥിരതയുള്ളവനുമായ ശിഷ്യൻ തോമാസ് ലീഹ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മണ്ണിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് എത്തിച്ചേർന്നു. കർത്താവിന്റെ വിലാപ്പുറത്ത് കുന്തത്താൽ ഏറ്റ മുറിപ്പാടുകളിൽ തന്റെ കൈവിരലുകൾ തൊടുമ്പോൾ തോമാസ് ലീഹ അറിഞ്ഞിരുന്നില്ല താൻ തൊടുന്നത് ശൂലം കൊണ്ട് തന്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മുറിവുകളിൽ ആണെന്ന്. പഴയ ചോള സാമ്രാജ്യത്തിലെ പറങ്കിമല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് AD 72 ശൂലം കൊണ്ട് കുത്തേറ്റ് തോമാസ് ലീഹ ഇഹലോകവാസം വെടിഞ്ഞു.